ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെർത്ത് വേസ്. പെർത്ത് വേസ് എന്ന് എവിടെയാണെന്നറിയാം? വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇന്നർ സിറ്റി പാർക്കായ കിങ്സ് പാർക്ക്. അത് നമ്മുടെ സ്വന്തം പെർത്ത്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള കിങ്സ് പാർക്കിലാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനകത്തോടെ കയറി വരുമ്പോഴേ കാണുന്ന ഈ മുട്ടക്കാട്ട മരം കേട്ടോ. ഇതൊരു ഭയങ്കര മരം. ഈ മരത്തിൻ്റെ പേരാണ് ബോബ് ട്രീ. നിങ്ങളെല്ലാം കേട്ടിട്ട് കാണുമല്ലോ അല്ലേ? അപ്പം ഈ ട്രീക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇവിടെയുള്ള ട്രീ അല്ല, ഇത് കെംബ്രി എന്ന സ്ഥലത്തുനിന്ന് ബൈ റോഡായിട്ട് ഏകദേശം 3000 കിലോമീറ്റർ ബൈ റോഡായിട്ട് ഈ വണ്ടി ഇത് കൊണ്ടുവന്ന കേട്ടോ. ഇത് കൊണ്ടുവന്നാണ് ഇവിടെ നട്ടത്. ഏകദേശം 5-6 ദിവസത്തെ ജേർണി കൊണ്ടാണ് ഇതിവിടെ വരുന്നത്. അതിൻ്റെ ജേർണിയൊക്കെ ഇത് ഇവിടെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ, സിക്സ്ത് ഡേ ഇവിടെ കൊണ്ട് നട്ടത്. അപ്പം ഈ ട്രീയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ട്രീയുടെ ഏകദേശം 76% വാട്ടർ കേട്ടോ. പണ്ട് കാലത്തും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇവിടെയൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിൻ്റെ ഒരു സോഴ്സായിട്ട് ഉപയോഗിച്ചായിരുന്നു ജനങ്ങൾക്ക് കുടിക്കാനുള്ള. ആ ഒരു ആദിവാസി സംഭവമൊക്കെ അല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പം അങ്ങനെയും ഇതിന് പ്രത്യേകത കേട്ടോ. പിന്നെ നമ്മുടെ കിങ്സ് പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 1000 ഏക്കർ സ്ഥലത്ത് സറൗണ്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം തന്നെ ഓർക്കുക, ഇത് ഒരു ദിവസം കാണാനുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പം അതിനുള്ള പ്രിപ്പറേഷനായിട്ട് വരിക. വളരെ മനോഹരമായിട്ട് നമുക്ക് എൻജോയ്മെൻ്റ് ഉണ്ട് ഇവിടെ കാണാൻ. പിന്നെ അടുത്ത പ്രത്യേകം ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. വളരെ മനോഹരമാണ് അതും കൂടെ. അപ്പം അതിലൂടെ പിള്ളേർക്കൊക്കെ ഓടി നടക്കാം. അത് ഗ്ലാസ് ബ്രിഡ്ജാണ്. നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുമ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായ വ്യൂ കാണാം. പെർത്ത് സിറ്റി ഫുള്ള് കാണാം കേട്ടോ. അപ്പം അതുകൂടാതെ തന്നെ പെർത്ത് സിറ്റി കാണുമ്പോൾ തന്നെ ആ റിവർ ഉണ്ടല്ലോ, ആ റിവറിൻ്റെ പേരാണ് സ്വാൻ റിവർ. അപ്പം സ്വാൻ റിവറിൻ്റെ ഒരു നഗരമായിട്ടാണ് പെർത്ത് സിറ്റി അറിയപ്പെടുന്നത്. അപ്പം അതും വളരെ മനോഹരമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിള്ളേരെല്ലാം നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ താഴോട്ടിറങ്ങി പോവാണ്. അപ്പം പിന്നെയെന്ന് വെച്ചാൽ വേറെ എന്ന് വെച്ചാൽ ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 86 സ്പീഷ്യസ് ബേഡ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഏകദേശം 1000 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെയുണ്ട്. വളരെ മനോഹരമായിട്ട് അത് കാണാൻ. വളരെ പൂക്കൾ, പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുണ്ട് കേട്ടോ. വളരെ മനോഹരം. കുഞ്ഞു കുഞ്ഞു തടാകങ്ങളും പിള്ളേർക്ക് തന്നെ ഓടിക്കളിക്കാവുന്ന സെറ്റപ്പുകളും എല്ലാം ഉണ്ട്. അപ്പം ഈ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1894 ഈ പാർക്ക് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഏകദേശം ഈ റീസെൻറ്റ് സർവേസ് 2012 ഒരു സർവേ നടത്തുന്നുണ്ട്. ഏകദേശം 12 മില്യൺ പീപ്പിളാണ് ഈ പാർക്ക് വിസിറ്റ് ചെയ്തിട്ട് പോയത്. അപ്പം ഇത് പെർത്ത് വരുന്നവർക്ക് കണ്ടിരിക്കേണ്ട വളരെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. അപ്പം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യല്. കാരണം പിള്ളേർക്കും നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു സ്ഥലമാണ്. ഒരു ദിവസം കാണാനില്ലേ പോലും ഏകദേശം ഹാഫ് ഡേ എങ്കിലും നമുക്കിത് ചുറ്റിക്കാണാനുണ്ട്. ഒരു 1000 ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ. ഈ ട്രീയും ഒരു വളരെ മനോഹരം കേട്ടോ. അപ്പം ഇതൊരു വെറൈറ്റി ട്രീ. അപ്പോൾ എനിക്കറിയത്തില്ല, നമ്മൾ മലയാളികൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് തോന്നുന്നില്ല. എനിവേ ഇതൊരു വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ആ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇനിയും വളരെ മനോഹരമായ അടുത്തടുത്ത പുതിയ വീഡിയോകളുമായിട്ട് പെർത്ത് വേസ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.